മോളെ ഒരു 3-4 ദോഷം കൂടി കയറ്റി വിട്ടേ. ഇയാളുടെ വയറെന്താ അറബിക്കടല? ഒന്ന് ചുമ്മാതിരി എടുത്ത് കൊടുക്ക്. വക്കീൽ സാറേ, വക്കീൽ സാറേ, അപ്പൊ അടുത്ത കേസ് ഉണ്ടാക്കിയിട്ട് കാണാം. എടാ, ഉപദേശിച്ചാൽ നീ ഒന്നും നന്നാവാൻ പോണില്ല. അതുകൊണ്ട് നശിപ്പിലൂടെ മുന്നേറി പോകാനുള്ള ഒരു ഉപദേശം ഞാൻ തരാം. എടാ, ഏതായാലും നീയൊക്കെ തരികിട ജമ്മുവായിപ്പോയി. എന്നാ നല്ല 2 തരികിട പണി ചെയ്ത് കാശുണ്ടാക്കാൻ നോക്ക്. കാശുണ്ടാക്കിയ ഞങ്ങളൊക്കെ അഹങ്കരിച്ചു വക്കീൽ സാറേ. കുറച്ചാലെങ്കിലും ഞങ്ങൾ അഹങ്കാരമില്ലാതെ ഒന്ന് കഴിഞ്ഞോട്ടെ. സാർ അൺഫിറ്റാ. സാറിനെ സാറിന്റെ വരാന്തെ പ്രതിഷ്ഠിച്ചിട്ട് വാ. അതെ, ചേച്ചി വാതിൽ ഉറക്കുന്ന മുമ്പ് എങ്കിൽ പോന്നേക്കണം. അല്ലെ സാറിനെ പറയുന്ന ചീത്ത കേട്ടിട്ട് നീയൊക്കെ ചീത്തയായി പോവും. ഉദ്യോഗം കഴിഞ്ഞ് മക്കളെങ്കിൽ എത്തിയോ? ഇന്നിത്തിരി വൈകി. എന്താണെന്ന് അറിയില്ല, ഇന്നും ഭയങ്കര വിശപ്പ്. ആശാനെ 2 ദോശ എടുത്തൊക്കെ മലത്തി അടിച്ചേ. എനിക്കൊരു ത്രിബിൾ ഓംലെറ്റും. ത്രിബിൾ ആക്കണ്ടടാ, ഫോറബിൾ ആക്കാം. ആശാന്റെ ഇഷ്ടം. ഇവന്റെ ഒക്കെ ഓർഡർ കേട്ടാ ഞാൻ കാശ് തരുന്ന പോലെയാ. നിനക്കൊന്നും ഇവിടുന്ന് പച്ച വെള്ളം തരത്തില്ല. അവന്റെയൊക്കെ തന്തമാരെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പനും കൂടെ ഇങ്ങനെ ഉടങ്ങിയ അവന്മാർ എന്താ ചെയ്യും? എടാ, നിനക്ക് നിന്റെ കൂട്ടുകാർക്കും ചെലവിന് തരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായവാടാ. യുവമാരാ നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ആശാനെ, ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തലയെ ഞങ്ങള് ചീത്തയാക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ആശാന്റെ കുസ്തി കണ്ട് കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാനെ? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം. മകളെ, ഇവർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക. വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. 18 ദോശക്ക് ചമ്മന്തി പോരല്ലോ. പണിതോ എന്റെ തന്തക്കിട്ട് തന്നെ പണിതോ. വിശപ്പിന് തന്തയില്ല തന്നെ. അപ്പൊ ആശാനെ, ചെറുക്കന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ ഉറപ്പിച്ചെന്ന് ഞാൻ ചെന്നങ്ങ് പറഞ്ഞോട്ടെ. താൻ ധൈര്യമായിട്ട് എന്ന് പറയടോ. പാസ്കോയെ, എടാ മഞ്ഞുമേന്ന് റേച്ചലിനെ കാണാൻ വന്ന ആ ബാങ്കുകാരന്റെ കാര്യം ഞാനങ്ങ് ഉറപ്പിച്ചു. ഇത്രയും കാലം ഇവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ആകട്ടെ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. ഇനി അത് പറ്റില്ല. ഇയാൾ നിനക്കിണങ്ങനെ ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടാ വന്നിരിക്കുന്നത്. നാളെ തന്നെ പോയെങ്കിൽ കാണണം. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി, മറിച്ചൊന്നും പറയണ്ട. ഈ കാര്യത്തിന് ഞങ്ങൾ ആശാന്റെ കൂടെ തന്നെയാ. തലയെ കെട്ടിച്ചു വിട്ടപ്പോ ഞങ്ങളുടെ ബാധ്യത തീർന്നല്ലോ. തലയെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കുന്ന കാര്യം ഞങ്ങ ഏറ്റാശാനെ. ഉണ്ട ദോശക്കുള്ള നന്ദിയാന്ന് കരുതിയാ മതി. ഒരു മിനിറ്റ്. അതെ, ഞാൻ കൊണ്ടുവന്ന കേസ് ആയതുകൊണ്ട് ഭംഗി വാക്ക് പറയണമെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. എന്നാലും ആ കുട്ടി സ്വയം അധ്വാനിച്ച് ഡെയിലി 100-500 റുപ്യ ഉണ്ടാക്കും. പട്ടികളെ. പെൺകുട്ടിയുടെ പേര് ലത. ലത, തല തിരിഞ്ഞാൽ ലത, മിസ്സസ് ലത തല. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. ആശാനെ, ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് നാളെ പെണ്ണ് കാണാൻ പോണാണ്. ഒരു ഡബിൾ ഓംലെറ്റ് വെച്ചേ. തലേ, കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോക്കറെ പറ്റിക്കേട്ടാ. വേണ്ടടാ, 2 അടി കൊടുത്തു വിട്ടു. എന്ത് കാണിക്കണേ? കണ്ണിക്കൊണ്ടില്ല. പെണ്ണിന്റെ വീടെത്തി. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് വെള്ളടിക്കാതിരുന്നൂടെ? എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം ബ്രോക്കറെ. നമ്മളൊരു പെണ്ണിനെ ചതിച്ചു എന്ന് പറയരുത് ബ്രോക്കറെ. അവർക്ക് ഇഷ്ടമല്ല, അവർ ഒഴിഞ്ഞു പോക്കോട്ടെ. തല പോയി കണ്ടേച്ചു വാ, ഞങ്ങൾക്ക് കുറച്ചുകൂടി പണിയുണ്ട്. തലേ, ഹാപ്പി പെണ്ണുകൾ. കാണണ്ട, കണ്ട ഈ വണ്ടിയിലെ പെട്രോൾ വരെ അയാൾ കുടിച്ചു തീർക്കൂടാ. ഞാൻ പെട്രോൾ ഊറ്റിയോക്കാം.
മഴക്കി പിന്നെന്താണ് കുടിച്ചത്? OBR അല്ല, മണവാട്ടി. ഒരു ക്ലൂ തരാവോ? ടസ്കർ. മോളെ ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ലോകത്ത് ഇതുപോലെ അമ്മയ്യപ്പനെ മരുമോനെ ഇനി ഒത്തുകിട്ട. എടോ ബ്രോക്കറെ, ഇവന്റെ ഒപ്പം മൈക്കിൽ പഠിക്കാൻ ഷാപ്പിൽ പോകുന്ന കാലത്ത്, അല്ല സ്കൂളിൽ പോകുന്ന കാലത്തോട്ടുള്ള പരിചയമായി ഞങ്ങൾ തമ്മില്. ഇതെന്റെ മൈക്കിളിന്റെ മോനാണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അവളെ വാ വാ. ഇതാണ് ആനമയക്കി. അല്ല എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം. ക്ലാസ് അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് അത്തോട്ടെ. മോനെ ഒറ്റയ്ക്ക് തീർക്കരുത്, ഞാനും കൂടെ വന്നിട്ട് കമ്പനിയോട്ട് തീർക്കാം. എനിക്കങ്ങനെ പെണ്ണ് കണ്ട് ശീലം ഇല്ലാത്തവണ്ട് എന്ത് ചോദിക്കണം അറിഞ്ഞൂടാ. ഈ കൊച്ചു ഓടിക്കുന്ന വണ്ടി ബാക്ക് എഞ്ചിനാ? അതെ. അപ്പൊ കുടുക്കം കുറവായിരിക്കും. എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊച്ചിനറിയാം? ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരു തവണ ബ്രാൻഡി ഷാപ്പിനും വിളിച്ച് തല്ലുണ്ടാക്കിയില്ലേ? തോപ്പും പടിയിലോ ഫോർട്ട് വെച്ചിലോ? രണ്ടിടത്തും വെച്ചുണ്ടായിട്ടുണ്ട്. തോപ്പും പടിയില് അന്ന് തല്ലുണ്ടാളെ എന്റെ ഹോട്ടൽ ആശുപത്രി കൊണ്ടുപോയത്. സോറി, ഇത് അറിഞ്ഞിരുന്നേ ഞാൻ തല്ലില്ലായിരുന്നു. അതിനെന്താ, ഞാൻ തല്ലോസൊക്കെ എടുക്കാറുണ്ട്. ചേട്ടനെ തലേന്നല്ലേ എല്ലാരും വിളിക്കണേ? അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. തല എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? അയ്യോ കൊച്ചെ, അപ്പൻ നിർബന്ധിച്ചോണ്ട് മാത്ര. എനിക്കറിയാം എന്നെ പോലെ കള്ളുകൂടിയേനെ തെമ്മാടിയേയും കൊച്ചിനെ പറ്റൂല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പനോട് ധൈര്യമായിട്ട് പോയി പറഞ്ഞോ? അത് വേണ്ട, അങ്ങനെ പറഞ്ഞ അപ്പൻ എന്നെ തല്ലു. എല്ലാം മറച്ചു വെച്ചോണ്ട് അപ്പൻ എന്നെ തലയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഞാൻ പുഞ്ചിരി ബസ്സിൽ സുനിലായിട്ട് ഇഷ്ടത്തിലാ. അടുത്തടുത്ത് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് തലയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ദയവ് ചെയ്ത് അപ്പനോടൊന്ന് പറയണം. അതൊക്കെ മോശമല്ലേ? നിങ്ങളെ കല്യാണം നടത്തി തരാൻ പറഞ്ഞപ്പോ അതിന് സുനിൽ വേറെ ജാതിക്കാരനായതുകൊണ്ട് അപ്പൻ അതിനൊന്നും സമ്മതിക്കൂല. അപ്പനെ 2 കൊടുത്താൽ സമ്മതിക്കോ? അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ചോദിച്ചതേ ഉള്ളൂ. തലയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മതി. മതി 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 മതി, ഇനിയെല്ലാം മനസ്സമ്മതത്തിനാകാം. എന്റെ മോളെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവളെ ഈ കോളനിയിലെ എല്ലാ ചെറുപ്പക്കാർക്കും അല്ല, എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്റെ പേരില് കുറെ പോലീസ് കേസൊക്കെ ഉള്ളതാ. എടാ, ആണുങ്ങളായാൽ അടിയും കേസും ഒക്കെ ഉണ്ടാവും. ട്രാഫിക് പോലീസുകാരന്റെ അപ്പനെ വിളിച്ച ഒരു കേസ് എന്റെ പേരിലും ഉണ്ട്. കുറച്ചാൾ ചിലപ്പോ അകത്ത് പോയി കിടക്കേണ്ടി വരും. എനിക്കും അകത്ത് കൊണ്ട് വരുമല്ലോ. അപ്പൊ കെട്ടങ്ങോട്ട് നടത്തിയേക്കാം. പിന്നെ നമുക്ക് ഒരുമിച്ച് പരോളിൽ ഇറങ്ങിയാൽ മതിയല്ലോ. നമ്മളെ ആരെങ്കിലും തിരക്കുകയാണെങ്കിൽ ചെറുക്കനും അപ്പനും ദുബായിലാണെന്ന് അവള് പറഞ്ഞോളൂ. അല്ല, അത് മോനൊന്നും പറയണ്ട, മോനൊന്നും പറയണ്ട. മോന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോ പലതും പറഞ്ഞു ഒഴിയുന്നു. ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? പാമ്പ് കടിച്ചതാ. അത്രേ ഉള്ളൂ. മനോഹരമായ സ്ഥലം. ഈ സ്ഥലം ഓക്കെയാണ്. സാറേ, ഈ ഏരിയ ഇത്ര കുഴപ്പം പിടിച്ച ഏരിയയാണ്. സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. നമുക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. അതിനാരെയാണ് കാണേണ്ടെന്ന് വെച്ചാൽ പോയി കണ്ടോളൂ. സാറേ, ഇത് പടക്കം ബഷീറിന്റെ ഏരിയ. എങ്കിൽ ഉടനെ പോയി ആ പടക്ക കച്ചവടക്കാരനെ കണ്ടോളൂ. അയാൾ പടക്കല്ല കച്ചവടം ചെയ്യണ, ഗുണ്ടായിസാണ്. പടക്കത്തിന് തീ കൊളുത്തി അത് പൊട്ടി തീരുന്നതിന് മുമ്പ് എതിരാളി അടിച്ച് താഴെ ഇട്ടിരിക്കും. അതുകൊണ്ടാണ് പടക്കം ബഷീറിന് പേര് വീണത്. എന്നെ കത്തിച്ചു കൊല്ലല്ലേ. Choose your destiny. Flawless victory. Choose your destiny. Flawless victory. പോലീസ് എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ടാറ്റ തരുമല്ലടാ. ഞാൻ പോലീസ് ജീപ്പിൽ മൂന്നാറ് ടൂറിന് പോണെന്ന് കരുതിയോടാ നീ. പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞപ്പോ ടാറ്റ ആയി പോയതാണ്.
എങ്ങനെ ഒരിക്കൽ കൂടെ പോണ്ടാന്ന് പറയണ. എന്താ കൈ പൊങ്ങുന്നില്ലേ? വെറുതെ എന്റെ പടക്കം തീർക്കല്ലേ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. സെൻട്രൽ ജയിലിൽ പടക്കം ബഷീറിന് തറവാട് വീട് പോലെ ഇടയ്ക്കിടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. അതിന് ഒരുത്തരും എന്നെ ടാറ്റാന്ന് വിടണ്ട. ഒരു കൊട്ടേഷനെ പറ്റി സംസാരിക്കാനാ. സംസാരമൊക്കെ ഷാപ്പില് വണ്ടി. തലേ ആ വരുന്നതൊരു പണിയാണെന്നാ തോന്നുന്നത്. ടൂൾസ് എടുക്കണോ അതോ കൈപ്പണി മതിയാ? നിങ്ങൾ ഇടപെടണ്ട, ഇത് കേസ് വേറെയാ. പനക്കപ്പറമ്പിൽ വാസ്കോ. നീ 3 തവണയാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് കൈപ്പറ്റാതെ മടക്കിയത്. ഇത് നീ മടക്കുന്നത് എനിക്കൊന്ന് കാണണം. പൊട്ടിച്ച് വായിച്ചു നോക്കണം. പൊട്ടിച്ചിട്ട് വായിച്ചാ മതിയാ. പ്രായമുള്ള മനുഷ്യനല്ലേ, അങ്ങനെ വിളിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് ആധാരം പണയപ്പെടുത്തി 3 ലക്ഷം രൂപ വായ്പ എടുത്തിരിക്കുകയല്ലേ. ആ അധികാരത്തില് അദ്ദേഹത്തിന് ആരെ വേണേലും ഇടാന്നോ നീയോ എന്നൊക്കെ വിളിക്കാം. അതൊക്കെ ബാങ്കിന്റെ നിയമത്തിലുള്ളതാ. അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ വിളിച്ചോടാ. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ? നീയൊക്കെ അനുഭവിക്കും. 15 ദിവസത്തിനകം പലിശ സഹിതം പണം തിരിച്ചടച്ചില്ലെങ്കിൽ നിന്റെ വീട് ജപ്തിയാ. നിങ്ങൾ വന്ന് ജപ്തി ചെയ്ത് ആ വീട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം കൊടുത്താ. വാങ്ങിയ കാശും പറഞ്ഞ വാക്കും വാസ്കോ നിഷേധിക്കാറില്ല. നിങ്ങളുടെ ബാങ്കിന്റെ കാശ് വാസ്കോ തന്നിരിക്കും. അതിനെ ഈ ഊച്ചാളികളെ കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. എടാ, കൊട്ടേഷൻ എടുക്കുമ്പോൾ നല്ല അന്തസ്സുള്ള കൊട്ടേഷൻ എടുക്ക്. ഈ കൊള്ളപ്പലിശക്കാരുടെയും കള്ളപ്പണക്കാരുടെയും കൊട്ടേഷൻ എടുത്തുകൊണ്ട് കൊച്ചിയിൽ വന്ന പിന്നെ കായലിലെ കാണൂ. ചീർത്ത് വീർത്ത് മീൻ കൊത്തി നല്ല സായിപ്പിന്റെ അർത്ഥത്തിൽ ഒഴി നടക്കണം. ഈ കുരുട്ട് മനുഷ്യന്റെ വാക്ക് കേട്ട് വെറുതെ ഡെഡ് ബോഡി ആകല്ലേ. മക്കള് ചെല്ലേ 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 ചെല്ലടാ. വീടിന്റെ ആധാരം പണയപ്പെടുത്തി അപ്പൻ അറിഞ്ഞു കഴിഞ്ഞാ. ആശാനപ്പ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ആധാരപ്രകാരം അപ്പന്റെ കാലശേഷം മാത്രമേ എനിക്ക് വസ്തു കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ അവകാശമുള്ളൂ. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അപ്പന്റെ കയ്യൊപ്പ് കൂടി ഉണ്ടെങ്കിലേ കാര്യം സാധിക്കുകയുള്ളൂ. നേരായ മാർഗത്തിൽ പറഞ്ഞാൽ അപ്പൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അല്പം വളഞ്ഞ വഴി കാണിക്കേണ്ടി വന്നു. എങ്ങനെ? അപ്പന്റെ വീക്ക്നെസ്സിൽ തന്നെ പിടിച്ചു. അപ്പ ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചേ. മതിയെങ്കിൽ മതി. അപ്പഴേ നീ ഇങ്ങനെ സ്നേഹിച്ചും കൊല്ലല്ലേ. ഐശ്വര്യമായിട്ട് ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടെ. എന്താ മരണശേഷം എന്റെ കണ്ണ് ദാനം ചെയ്യാനുള്ള ഒരു സമ്മതപത്രം. നിന്റെ കണ്ണ് ദാനം ചെയ്യുന്നതിന് ഞാൻ അപ്പം കാരണമാണല്ലോ എനിക്ക് ഈ കണ്ണും മൂക്കൊക്കെ കിട്ടിയത്. അതുകൊണ്ട് അപ്പൊ ഇതിൽ ഒപ്പിടാതെ ഞാൻ കണ്ണ് ദാനം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എടാ, ഞാൻ പറയുന്നത് കേക്ക്. എടാ മോനെ, മരണശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചേക്കല്ലേ? ഇല്ലപ്പാ. എടാ, അത്യാവശ്യക്കാര് കാണും, ചോദിച്ചാലും നീ കൊടുക്കരുത്. ഇല്ല. ഏതായാലും ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പന്റെ കണ്ണുടങ്ങ് എഴുതി. അതിന് വേറെ പേപ്പറിൽ ഒപ്പിടണം. അപ്പൻ ആദ്യം ഇതിൽ ഒപ്പിട്. കണ്ടാടി, എന്റെ മോന്റെ സ്നേഹം കണ്ട. അവ അപ്പന്റെ അനുവാദം വാങ്ങാതെ സ്വന്തം കണ്ണൂരും കൊടുക്കൂല. മക്കളെ വളർത്തുന്നെങ്കിൽ ഇങ്ങനെ വളർത്തണം. അങ്ങനെ അപ്പനിട്ട് പണി കൊടുത്തല്ലേ? നിനക്കൊക്കെ വേണ്ടി അതും ചെയ്യേണ്ടി വന്നു. ഇവനെ ആദ്യം കൊല്ലേണ്ടത്. അവന്റെ ഒരു മലേഷ്യയും വാസൂട്ടനും കൊണ്ടുവന്ന് കൊടുക്കണം 3-4 ലക്ഷം രൂപ. കാശ് അടിച്ചോണ്ട് പോയത് നിന്റെ ബന്ധുക്കാരനല്ലേ? അയ്യോ, അങ്ങനെ ബന്ധമൊന്നുമില്ല. അമ്മാവന്റെ മോനല്ലേ? അമ്മാവന്റെ മോൻ എന്താ ബന്ധമല്ലേ? പകലൊരു അമ്മാവനാണെന്ന്. അവനെ ഒന്നും ചെയ്യേണ്ടത്. അവനെ ഇവിടെ ഓട്ടോ ചാർജ് ഇക്ക പോലീസ് കോൺസ്റ്റബിളാ. PC എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാഷ്. വണ്ടി എടുത്തോണ്ട് പോടാ. അതെ, പടക്കം കൊടുക്കണം. അയ്യോ വേണ്ട. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ഇത് കണ്ടോ, പുതിയ കൊട്ടേഷന്റെ അഡ്വാൻസ് 10,000. അതിന് നിങ്ങളുടെ സഹായം ചോദിക്കാനാ ഞാൻ വന്നത്. കാശിന് വേണ്ടി ന്യായമല്ലാത്ത കാര്യത്തിന് വെട്ടാനോ കുത്താനോ ഒന്നും ഞങ്ങളെ കിട്ടും. ഇത് ആ ജാതി കേസൊന്നും അല്ലെന്നേ. പിന്നെ
സിനിമാക്കാർക്ക് ശല്യമൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടത്താൻ നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ മതി. ഷൂട്ടിങ്ങാ? ഒരു റോൾ എനിക്കൂടെ വാങ്ങിച്ചു തരണേ. അല്ല, ആരാ നായകൻ? ഹേയ്, നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു? നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്